ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് വുഡൻ സ്റ്റാമ്പ് തുണിയിലേക്ക് പ്രിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെന്നാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണേ, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. അതിനായിട്ട് ആദ്യം നമ്മളൊരു കുഴിവെള്ള പാത്രം എടുക്കുക. അത് ചോറിനുന്ന പ്ലേറ്റ് ആണെങ്കിലും മതി. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒത്തിരിയൊന്നും വേണ്ട, കുറച്ച് മതി. അതിനുശേഷം നമ്മൾ ഈ വുഡൻ സ്റ്റാമ്പിൻ്റെ ഡിസൈനുള്ള വശം ഈ എണ്ണയിലേക്ക് മുക്കി വെക്കുക. ഇങ്ങനെ വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മേലെ ഒരു വെള്ള കളർ പെയിൻറ്റ് പോലൊരു സാധനമുണ്ട്. അത് പെയിൻ്റ് അല്ല, കുമ്മായമാണ്. ആ കുമ്മായം ഒന്ന് മയപ്പെട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് തുണിയിലേക്ക് പെയിൻറ്റ് വെച്ചിട്ട് ഇത് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വെക്കുന്ന പെയിൻറ്റ് കളർ ഫെയ്ഡായിട്ട് വരും. അപ്പോൾ ഒരു വൃത്തിയില്ലാതെ തോന്നും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതൊന്ന് മയപ്പെടുത്തി എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഓയിലിനകത്ത് നമ്മളിത് മുക്കി വെക്കുന്നത്. 24 മണിക്കൂർ ഇത് ഈ ഓയിലിനകത്ത് ഇരിക്കണം. എങ്കിൽ മാത്രമേ ഇത് നല്ല മയപ്പെട്ട് വരത്തുള്ളേ. ആദ്യമൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു ഇതിങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നന്നായിട്ട് കളർ വരത്തുള്ളൂ എന്നുള്ള കാര്യം. ഇത് വുഡൻ സ്റ്റാമ്പ് വെച്ച് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന ഒരു ടിപ്പാണ്. അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ പ്രിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്കും ഭംഗിക്കും അത് കിട്ടും. ഇനി നമ്മൾ 24 മണിക്കൂർ ശേഷം ഇത് എടുത്തിട്ട് ഒരു ചെറിയ കോട്ടൺ തുണി കൊണ്ട് ഇതൊന്ന് ഒപ്പിയെടുക്കണം. അതിനകത്ത് പുറമേ ഉള്ള എണ്ണയൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 3-4 പത്ര പേപ്പർ കട്ടിക്ക് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഓരോന്നോരോന്നായിട്ട് ഈ സ്റ്റാമ്പെല്ലാം കൂടെ പെറുക്കി വെക്കുക. അതിലുള്ള എണ്ണയൊന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നമ്മളൊരു 12 മണിക്കൂർ അങ്ങനെ വെച്ചേക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ ആ പത്ര പേപ്പറിൽ ഇതിനകത്ത് എണ്ണയെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റുമേ. 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ നേരിട്ട് നല്ല തുണിയിലേക്ക് ചെയ്യരുത്. ഒരു വേസ്റ്റ് ക്ലോത്ത് വെച്ച് അതിനൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ നല്ല തുണിയിലേക്ക് ഇത് ചെയ്യാവുള്ളേ. അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് വെച്ച് ഇതിൻ്റെ മേലെ കളർ അടിച്ച് കൊടുക്കരുത്. അതിന് പകരമായിട്ട് കട്ടിയുള്ളൊരു ഫോം എടുക്കുക. ആ ഫോമിലേക്ക് നമുക്ക് ഏത് കളറാണോ വേണ്ടുന്നത് ആ കളർ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ വുഡൻ സ്റ്റാമ്പ് അതിലേക്ക് ഡിസൈനുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ഭാഗത്തും കളർ നല്ല രീതിയിലാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോം ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വേസ്റ്റ് തുണിയിലേക്ക് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് കിട്ടുമേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല തുണിയിലേക്ക് ഇത് വെച്ച് പ്രിൻറ്റ് ചെയ്തെടുക്കാം. ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഒരു കോട്ടൺ തുണി വെച്ച് അതിനകത്ത് വെള്ളമെല്ലാം ഒപ്പിയിട്ട് അത് മാറ്റി വെക്കുക. ഇതെപ്പോഴും നമ്മളിങ്ങനെ ഓയിലിനകത്ത് മുക്കി വെക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ചെയ്യുന്ന ഒറ്റ പ്രാവശ്യം മാത്രം ഇങ്ങനെ ചെയ്ത് എടുത്താൽ മതിയേ. ഈ വുഡൻ സ്റ്റാമ്പ് ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്ത് കുളമായിട്ടുള്ളവർ ഈ മെത്തേഡൊന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.